വാർത്തകൾ തുടരുന്നു. സർക്കാർ കെട്ടിടങ്ങൾക്ക് മുകളിൽ മാത്രം സോളാർ പാനലുകൾ ഘടിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 25,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പ്രമുഖ ഊർജ്ജ ശാസ്ത്രജ്ഞൻ ഡോക്ടർ MP പരമേശ്വരൻ അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് കെട്ടിടത്തിന് മുകളിൽ മാത്രമായിട്ട് 15 കിലോവാട്ട് പാനൽ സ്ഥാപിക്കാൻ പറ്റില്ല. പല കെട്ടിടങ്ങൾക്കും കേരളത്തിലാകെ 1.5 കോടി രൂപ കെട്ടിടങ്ങളുണ്ട്. ഒരു 17 ലക്ഷം 10 കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളുടെ മുകളിൽ മുഴുവൻ സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ 25,000 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിന് പരമാവധി ആവശ്യമായിട്ട് 3,000 മെഗാവാട്ടാണ്. അതിന് 6 മടങ്ങ് പവർ മാറ്റാനായി നമുക്ക് കേരളത്തെ ജലവൈദ്യുത പദ്ധതികളും ഈ സോളാർ എനർജി പിന്നെ കുറച്ച് കാറ്റുണ്ട്. ഇത് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യത്തെക്കാൾ കൂടുതലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സൗരോർജ്ജ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിക ഗ്രാമപഞ്ചായത്തും എടമുട്ടം റോയൽ ഐ സോളാർ പവറിന്റെയും സംയുക്ത സംരംഭമായാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതോടെ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ സജ്ജമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുലിക്കൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ, ലയൺസ് ക്ലബ് ജില്ലാ ചെയർമാൻ TN സുജിൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഉപദേശക സമിതി അംഗങ്ങളും സ്ഥിര സമിതി അംഗങ്ങളും പങ്കെടുത്തു. പെരിഞ്ഞനം വെസ്റ്റ് LP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും ആഘോഷിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കുട്ടികളുടെ കുറവാണ്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം അതിൻ്റെതായ അർത്ഥത്തിൽ, അതായത് യാതൊരു പഴുതുമില്ലാതെ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു കുറവും നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകില്ല. ഇപ്പൊ നേരത്തെ അജയ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ അധ്യാപകരുടെ കൂട്ടായ്മയും അവരോടൊപ്പം നിൽക്കാൻ ശേഷിയുള്ള PTA പ്രസിഡന്റ് അടക്കമുള്ള PTA അംഗങ്ങളും തന്നെയാണ് ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതിന് കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ള കൃത്യമായി നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇടപെട്ട് പഠന പ്രവർത്തനങ്ങളിൽ ഒഴികെ ബാക്കി പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം KN അജയ ഘോഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക KG ഓമന, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ പ്രകാശൻ, ഹണി മധു, C അനിൽ, അധ്യാപകരായ P രമ, PN ഗീത തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ശ്രീ അഗസ്തേശ്വരപുരം മഹാദേവ ക്ഷേത്രത്തിലെ ശിവപുരാണം മഹായജ്ഞത്തിന്റെ ഭാഗമായി സ്വയംവര ഘോഷയാത്ര നടന്നു. TC ബിജു, TP ജനാർദ്ദനൻ, കണ്ണൻ നായർ, സത്യൻ വൈദ്യർ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. കേരള സർക്കാർ ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന ആരോഗ്യ കേരള പദ്ധതിയുടെ ഭാഗമായി നാട്ടിക പഞ്ചായത്തിൽ കൊതുകുവല വിതരണം നടന്നു.
പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്തിലെ സെപ്റ്റിക് ടാങ്ക് പൈപ്പുകളിൽ കൊതുകുവല സ്ഥാപിച്ച് കൊതുകു വളർച്ച നിയന്ത്രിക്കാനും അതിലൂടെ പകർച്ചവ്യാധികൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊതുകുവല വിതരണം നടന്നത്. CDS അംഗങ്ങളും ആശാപ്രവർത്തകരും ഉപദേശക സമിതി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഇനി ചരമവാർത്തകൾ. എടത്തിരുത്തി സർദാർ റോഡിനു സമീപം പാണ്ടാത്ര വേലപ്പൻ മകൻ ചാത്തുണ്ണി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടൂരിൽ കുടിവെള്ളം കിട്ടാക്കനിയാകും. തോക്കും തൊപ്പിയും കാണാൻ കുരുന്നുകൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി. നിരവധി കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി കാട്ടൂർ പോലീസിന്റെ വലയിലായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.